ഒരു സ്പൈസി ആയിട്ടുള്ള വിഭവമാണ്, അതും ഫിഷ് വെച്ച്. അതാണ് കരിമീൻ പൊള്ളിച്ചത്. മെയിൻ ആയിട്ട് വേണ്ടത് കരിമീനാണ്. ഇവിടെ കരിമീൻ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരേണ്ടതാണ്. ഞാൻ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അതാ മുളക് പൊടി. ഫിഷ് എങ്ങനെ പോണേന്ന് അറിയോ? ഇങ്ങനെയല്ല, തൊടല്ലേ. ജെലിഫിഷ്, 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 ജെലിഫിഷ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് 1 ടീസ്പൂൺ, 1 കപ്പ് സവാളയും ഉള്ളിയും ക്രഷ് ചെയ്തത്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, തക്കാളി 1 തക്കാളി പൊടിയാക്കി അരിഞ്ഞത്, വേപ്പില അരിഞ്ഞത്, മുളക് പൊടി 2 ടീസ്പൂൺ. ഇനി ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ട്, അതാണ് ഈ 2 വാട്ടിയ വാഴയില. നമ്മള് വേറെ പാത്രം വെക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം ഈ പാത്രത്തിലേക്ക്. അതുപോലെ തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇനി കുറച്ച് പേസ്റ്റ് ആവാനുള്ള വിധത്തില് വെള്ളം. നമുക്ക് ഇളക്കി വെക്കാം. പേസ്റ്റ് ആവണം. നമുക്ക് ഫിഷ് എടുത്ത് വെച്ചിട്ട് ഈ മസാല ഫിഷിന്റെ മേത്തേക്ക് തേക്കാം. നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്യാം. ഇത് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പാൻ ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി, നമുക്ക് ഫിഷ് വെച്ചു കൊടുക്കാം. കുറച്ചൊക്കെ പൊളിഞ്ഞൊക്കെ പോയി, കുഴപ്പമില്ല, ശരിയാക്കാം. ഇപ്പൊ 2 സൈഡും ഫ്രൈ ആയി, നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ഈ പാൻ മാറ്റി വെക്കാം ചൂടാറാനായിട്ട്. നമുക്ക് അടുത്ത പാൻ വെക്കാം. ഇനി നമുക്ക് ഈ പാൻ ഓൺ ചെയ്ത്, അപ്പൊ ഇത് ചൂടായി, നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി, നമുക്ക് സവാളയും ഉള്ളിയും 1 കപ്പ്
ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ മസാല അയച്ചു കൊടുക്കാം. കുറച്ചുള്ളിലും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മീൻ പൊതിഞ്ഞ് വെക്കാം. നമുക്കൊരു വള്ളി വെച്ച് കെട്ടാം. തഴവള്ളിയാണ് എടുക്കേണ്ടത്. നമുക്ക് ഇങ്ങനെയും കൂടി തിരിക്കാം. നമുക്ക് വാഴവള്ളി വെച്ച് ഈ സൈഡും കൂടി കെട്ടാം. ഒരു മീൻ നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞൂടെ കെട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത മീനും കെട്ടാം. ഇപ്പോൾ നമ്മൾ രണ്ട് മീനും വാഴ ഇലയിൽ പൊതിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് പൊളിച്ചെടുക്കാം. ഈ പാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത പാനാണ്. നമുക്കിത് എടുത്തു വെക്കുന്നതിലേക്ക് കുറച്ചു നേരം നമുക്കിത് പൊളിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് മറിച്ചിടാം. നമ്മൾ രണ്ട് സൈഡും റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ കെട്ടയച്ച് കഴിഞ്ഞു. നമുക്ക് തുറന്നു നോക്കാം. കരിമീൻ പൊളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാ.